ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ എക്സാം എഴുതിയത്? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നില്ലേ? ഇന്നത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു അല്ലേ? എല്ലാ കൂട്ടുകാരും നന്നായി എഴുതിയിട്ടില്ലേ? ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 2025 സംസ്ഥാന കായികമേളയിൽ 4 പേര് 3000 മീറ്റർ ഓട്ടത്തിനെടുത്ത സമയമാണ് ചുവടെ തന്നിരിക്കുന്നത്. നോക്കൂ, പേര് ഷാരോൺ രാജു. ഓട്ടം പൂർത്തിയാക്കാനെടുത്ത സമയം 9 മിനിറ്റ് 27 സെക്കൻഡ് അല്ലേ. ദെൻ മുഹമ്മദ് ഷബീർ 9 മിനിറ്റ് 15 സെക്കൻഡ്. ദെൻ മെറോമൽ ഷാജി 9 മിനിറ്റ് 28 സെക്കൻഡ്. ജഗന്നാഥനോ 9 മിനിറ്റ് 13 സെക്കൻഡ്. അപ്പം മത്സരത്തിൽ വിജയിച്ചത് ആരാണെന്നാണല്ലേ കൂട്ടുകാരെ ചോദിച്ചിട്ടുള്ളത്. ആരാണ് ഏറ്റവും കുറഞ്ഞ സമയം? യെസ്, ജഗന്നാഥനാണ് അല്ലേ. അപ്പം വിജയി ആരാണ്? ജഗന്നാഥനാണ്. 9 മിനിറ്റ് 13 സെക്കൻഡ് അല്ലേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ജഗന്നാഥൻ. 3000 മീറ്റർ ഫൈനൽ മത്സരം 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയായിരുന്നു. തൊട്ടു മുമ്പും ശേഷവും വരുന്ന വ്യാഴാഴ്ചകളുടെ തീയതി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. മുമ്പത്തെ എഴുതണം, ശേഷവും എഴുതണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 23നോട് ശേഷം കാണാൻ എന്ത് ചെയ്യുക? 23 + 7 അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. അപ്പം ശേഷം കിട്ടി നമുക്ക് അല്ലേ. പിന്നെ മുന്നുള്ളതും കാണാനുണ്ട് അല്ലേ. അപ്പം 27 - 7 23 - 7 അല്ലേ. 23 - 7. 23 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അതെ, 16. അപ്പൊ 16ഉം 30ഉമാണ്. അപ്പൊ 16ഉം 30ഉമാണ് തീയതികൾ. ഓക്കെ, അപ്പൊ ഇതേ ആൻസർ തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? 3 മണി 45 മിനിറ്റ് ശരിയായി വരയ്ക്കാനല്ലേ, വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മണി 45 മിനിറ്റ് സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക. വരച്ചിട്ടുണ്ടല്ലോ കൂട്ടുകാർ. എങ്ങനെയാ വരയ്ക്കേണ്ടത്? യെസ്, 3നും 4നും ഇടയിലായിട്ടല്ലേ. ഓക്കെ, ഇവിടെയായിട്ട് 3നും 4നും. ഇതിന് 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ 9ന് നേരെ അല്ലേ. ഇതുപോലെ വരച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഒക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു നമുക്ക് എക്സാമിന് വന്നത്. നമ്മളിന്ന് നാളത്തെ എക്സാം എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് എക്സാമിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കണ്ട കൂട്ടുകാർക്കൊക്കെ എന്തായാലും എക്സാം എളുപ്പമായിട്ടുണ്ടാകും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 മണി 45 മിനിറ്റ് 15 സെക്കൻഡിന് ശരിയായതിന് നേരെ അടയാളമിടുക. ഏതാ കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? അതെ, ബി ആണല്ലേ. യെസ്, ബി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2A 2B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. പ്രവർത്തനം 2A, സഞ്ചയിക നിക്ഷേപം. നീലമല LP സ്കൂളിലെ 4ാം ക്ലാസ്സിൽ നിന്നിട്ട് കിട്ടിയ സഞ്ചയിക നിക്ഷേപമാണല്ലേ താഴെ കൊടുത്തിട്ടുള്ളത്. ക്ലാസ് 1 നോക്കൂ. തുക എത്രയാണ്? 2150. 2 4245. 3 3200. 4 4238. അപ്പോൾ ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമല്ലേ? ഏതാ കൂട്ടുകാരെ? നമുക്കറിയാം ഏത് ക്ലാസ് ആയിരിക്കും. ക്ലാസ് 2 അല്ലേ. അവിടെ എത്രയാണ്? 4245 ആണല്ലേ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇതിൽ? 4245 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസ് ഏതാണ്? ക്ലാസ് 2 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? കിട്ടിയ തുകയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഏതായിരിക്കും വരിക? അതെ, 4245 അല്ലേ. 4245 വരും അല്ലേ. ഇത് നെക്സ്റ്റ് ഏതായിരിക്കും? 4238. ദെൻ 3200. ലാസ്റ്റ് 2150. ഈ ഒരു ക്രമത്തിലാണല്ലോ നിങ്ങളും എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1, 2 ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ ആകെ തുക എത്ര? എങ്ങനെ കണ്ടെത്തും? 2150 പ്ലസ് 2150 പ്ലസ് എത്രയാണ്? 4245 അല്ലേ. 4245 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 6395 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 3ാം ക്ലാസ്സിൽ നിന്നും കിട്ടിയ തുകയേക്കാൾ എത്ര കൂടുതലാണ് 4ാം ക്ലാസ്സിൽ നിന്നും കിട്ടിയ തുക എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 4ാം ക്ലാസ്സിൽ 4238 അല്ലേ. 4238 മൈനസ്
3200. എത്രയാണ് ആൻസർ കിട്ടിയത് കൂട്ടുകാർക്ക്? അതെ, 1038 കിട്ടിയിട്ടുണ്ടാകും. 1038 അല്ലേ? ഓക്കെ. ദെൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പാറ്റേണിനു നേരെ അടയാളമിടുക. ഇതിലേതായിരുന്നു കൂട്ടുകാരെ ശരിയായ പാറ്റേൺ എന്ന് പറയുന്നത്? അതെ, ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് 2B മൈതാനം അല്ലേ? ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവുക? 2 ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് 2B ക്വസ്റ്റ്യൻ നോക്കാം. മൈതാന നിർമ്മാണത്തിന് പണം ശേഖരിക്കാനായി നന്മ ക്ലബ്ബ് തട്ടുകട തുടങ്ങി കടയിൽ നിന്ന് ഓരോ ദിവസവും കിട്ടിയ തുക താഴെ തന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ഏത് ദിവസമാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഏത് ദിവസമാണ് കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ തുക കിട്ടിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ തുക കിട്ടിയിട്ടുള്ളത് അതെ വ്യാഴാഴ്ചയാണ് അല്ലേ? വ്യാഴമാണ്. ദെൻ കിട്ടിയ തുകയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. എഴുതിയിട്ടുണ്ടല്ലോ കൂട്ടുകാര്. യെസ്, 7455 ആദ്യം വരും. ഒന്നാമത് ഏതാ വരുന്നത്? 7455 ആദ്യം എഴുതുക. പിന്നെ ഏതായിരിക്കും 7000 വരുന്നത്? യെസ്, 7985 ഉണ്ട്. ദെൻ 8494, പിന്നെ 500 അല്ലേ? 8593, 8980 അല്ലേ? ഓക്കെ, ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വെള്ളിയാഴ്ച കിട്ടിയ തുകയെ അബാക്കസിൽ ക്രമീകരിക്കുക എന്നാണ് അല്ലേ? വെള്ളിയാഴ്ച കിട്ടിയ തുക എത്രയാണ്? 8593 അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ അബാക്കസിൽ ക്രമീകരിക്കണം. 8 ആയിരങ്ങളല്ലേ? ഇവിടെ 8 എണ്ണം വരച്ചു കൊടുക്കുക. 1 2 1 2 3 4 5 6 7 8 എണ്ണം. ഇവിടെ 100ന്റെ സ്ഥാനത്ത് 5 എണ്ണം. 1 2 3 4 5. ദെൻ 10കൾ എത്രണ്ണാണ്? 9 എണ്ണം വരയ്ക്കണം അല്ലേ? 1 2 3 4 5 6 7 8 9 എണ്ണം. ദെൻ 3 ഒന്നുകൾ അല്ലേ? 1 2 3. അപ്പോൾ ഇതുപോലെ വരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. വെള്ളിയാഴ്ച കിട്ടിയ തുകയെ ബുധനാഴ്ച കിട്ടിയ തുകയേക്കാൾ അബാക്കസിൽ വരുത്തേണ്ട മാറ്റം എന്ത്? ചുവടെ തന്നതിൽ ശരിയായതിന് ടിക്ക് ഇടുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായത് ഏതാണ്? സി ആണല്ലേ? സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ സി. ദെൻ പ്രവർത്തനം 3 സമ്പാദ്യം എന്നുള്ളൊരു പ്രവർത്തനമാണല്ലേ? നിഷയുടെ സമ്പാദ്യത്തിന് പിൻവലിച്ച തുക നോക്കുക. നിക്ഷേപിച്ചത് തന്നിട്ടുണ്ട്, പിൻവലിച്ചതും തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നിഷയുടെ സമ്പാദ്യത്തിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? യെസ്, നമുക്ക് നോക്കാം. 980 മൈനസ് 4000 അല്ലേ? അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 5980 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതല്ലേ കൂട്ടുകാർക്കും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചുവടെ തന്നതിൽ 4000 രൂപയ്ക്ക് തുല്യമായത് ഏത്? ശരിയായതിന് നേരെ അടയാളമിടുക. ശരിയായതിന് നേരെ അടയാളമിടാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതായിരിക്കും കൂട്ടുകാർ ഇതിൽ ശരിയായത്? അതായത് ചുവട് 4000 രൂപയ്ക്ക് തുല്യമായതല്ലേ? അപ്പോൾ 6500ഉം 5200ഉം അല്ലേ? 6500 എന്ന് പറഞ്ഞാൽ എത്രയായി? 3000 ആയല്ലേ? 6500 എന്ന് പറഞ്ഞാൽ 6500 ചേർന്നാൽ എത്രയായി? 3000 കിട്ടി. പിന്നെ 3000 5200കൾ ചേർന്നാൽ 1000 ആയി. അപ്പം 4000 കിട്ടിയല്ലേ? അപ്പം ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നോക്കൂ. നിഷ ബാങ്കിൽ നിന്ന് പിൻവലിച്ച 4000 രൂപയുമായി തുണിക്കടയിൽ പോയി. വാങ്ങിയ സാധനങ്ങളും വിലയും നോക്കൂ. സാധനങ്ങൾ വാങ്ങാനായി ആകെ എത്ര രൂപ ചിലവായി എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആകെ എത്ര രൂപ ചിലവായെന്ന് നമ്മൾ കണ്ടെത്തണം അല്ലേ? എങ്ങനെ കണ്ടെത്തും കൂട്ടുകാരെ? യെസ്, എല്ലാതും കൂടി ആഡ് ചെയ്ത് നോക്കണം അല്ലേ? 1150 പ്ലസ് 360 പ്ലസ് 795 അല്ലേ? എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? ഒൻപതും 5 11. സോറി, കൂട്ടി നോക്കൂ. ഒന്നും കൂടി കൂട്ടി നോക്കാം നമുക്ക്. 5 9ഉം 5ഉം 5ഉം 6ഉം 9ഉം കൂട്ടുമ്പോൾ എത്രയായി? യെസ്, 20. ദെൻ 2 ബാലൻസ്. ദെൻ 7ഉം 1ഉം 11 അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്?
യെസ്, നമുക്ക് 2305 എന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനായി ആകെ എത്ര രൂപ ചിലവായി? 2305. ഓക്കെ, ദെൻ ഒരു ബാഗ് കൂടി വാങ്ങിയപ്പോൾ ആകെ 2900 രൂപ ചിലവായി അല്ലേ, രൂപയായി. പിൻവലിച്ചതിൽ ബാക്കി എത്ര രൂപയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിൻവലിച്ചതിൽ ബാക്കി എത്ര രൂപയുണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1100 ആണല്ലേ കിട്ടുന്നത്, 1100. ഓക്കെ, ഇനി പാറ്റേൺ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 7690, 7580, 7470. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും കൂട്ടുകാരെ? അതെ, 7360 കിട്ടും അല്ലേ, 7360 എന്ന് കിട്ടും. ഓക്കെ, ഇനി കലണ്ടർ കണക്കാണ് ചെയ്യാനുള്ളത്. എളുപ്പമായിരുന്നല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം അല്ലേ. ഇവിടെ കലണ്ടർ കിട്ടിയ സ്ഥിതിക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അല്ലേ, 21 22 23 24 25 26 27 28 29 30 31 അല്ലേ. ഒക്ടോബർ 31 തന്നെയാണല്ലേ ഇത്. ഒക്ടോബർ മാസത്തിലെ ആദ്യ ബുധനാഴ്ച ഏത് തീയതിയിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1-ാം തീയതിയിലാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കലണ്ടറിൽ ദീപാവലി ഏത് തീയതിയിലാണ്? കലണ്ടറിൽ ദീപാവലി ഏത് തീയതിയിലാണ്? നമ്മളിപ്പോൾ എഴുതിയ കാരണം വേഗം എളുപ്പമാണല്ലേ നമുക്ക് നോക്കാൻ. എന്നാണ്? 20-ാം തീയതി. ഓക്കെ, ഇത് നവംബർ 1 ശനിയാഴ്ചയാണ്. നവംബർ 9 ഏത് ദിവസമാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് ദിവസമായിരിക്കും? അത് ഞായറാഴ്ചയായിരിക്കും. എളുപ്പമല്ലേ, ഞായർ. ഓക്കെ, ഞായറായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. ഡിസംബർ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഡിസംബർ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എത്രയായിരിക്കും കൂട്ടുകാരെ? അതെ, 5 ആണല്ലേ. എത്രയാണ്? 5. ഓക്കെ, ഇതിന് ദീപാവലി മുതൽ ഒക്ടോബർ അവസാന തീയതി വരെ എത്ര ദിവസങ്ങളുണ്ട്? ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് നേരെ ടിക്കിടാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായത്? അതെ, ഓപ്ഷൻ സി 12 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5 മുത്തുകളാണല്ലേ. 36 മുത്ത് വീതം 4 പേർക്ക് കൊടുത്താൽ ആകെ എത്ര മുത്തുകൾ വേണം? എത്രയായിരിക്കും വേണ്ടി വരിക? നമ്മൾ എങ്ങനെ കണ്ടെത്തും? യെസ്, 36 × 4 അല്ലേ. 36 × 4 ഗുണിക്കാനൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ. ഓക്കെ, 36 × 4 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക കൂട്ടുകാരെ? അതെ, 144 എന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. 36 മുത്തുകൾ അനുവും ബിനുവും കൂട്ടങ്ങളാക്കിയത് 3ന്റെ 12 കൂട്ടം, 2ന്റെ 18 കൂട്ടം എന്നിങ്ങനെയാണ്. അപ്പം മാതൃക പോലെ 36നെ വ്യത്യസ്ത കൂട്ടങ്ങളാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാതൃക ഇവിടെ നോക്കൂ. 2 × 3 അല്ല, 12 × 3 അല്ലേ. ഓക്കെ, 12 × 3 36, ദെൻ 18 × 2 36 അല്ലേ. ദെൻ നമുക്ക് എഴുതാം 9 × 4 36 അല്ലേ. അത് എഴുതാലോ നമുക്ക്. 9 × 4 അല്ലെങ്കിൽ 4 × 9 എന്ന് എഴുതിയാലും ശരിയാണ്. 9 × 4. ദെൻ ഏതെഴുതാം? 6 × 6 എഴുതാം അല്ലേ. അപ്പോൾ ഇത് എഴുതിയാൽ മതി. ദെൻ 9 8 72 ആണ്. 11 × 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് നേരെ അടയാളപ്പെടുത്തുക. 9 8 72 ആണ് അല്ലേ. അപ്പോൾ 11 × 8 11 × 8 എന്ന സംഖ്യ. ആദ്യം നമ്മൾ 11 × 8 എത്രയാണ് കൂട്ടുകാരെ? നമുക്കറിയാം അല്ലേ, എളുപ്പമാണ്. 88 ആണല്ലേ. അപ്പോൾ ഈ 88-മായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും കൂട്ടുകാരി? അത് ഓപ്ഷൻ സി ആണല്ലേ. അതായത് 72നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ. 72നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ അല്ലേ. 72നോട് എന്താണ്? 11 × 8 നമുക്കറിയാം എത്രയാണ്? 88 അല്ലേ. അപ്പം 72നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ ആയിരിക്കില്ല ഇതിൻ്റെ ആൻസർ. അങ്ങനെ നോക്കുമ്പോൾ നോക്കൂ. യെസ്, അതായത് 72. 72നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 16 അല്ലേ. അപ്പോൾ 16
72ഉം 16ഉം കൂട്ടി 88 കിട്ടുമല്ലോ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും കിട്ടുക? അതെ, 147. ഓക്കെ, ദെൻ ശാസ്ത്രോത്സവത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കൂ. ഗണിതമേള 23, പ്രവൃത്തി പരിചയമേള 30, സാമൂഹ്യശാസ്ത്രമേള 22, ശാസ്ത്രമേള 25. അപ്പോൾ ഇനി ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ബാഡ്ജ് കൊടുത്തു. ഒരു ബാഡ്ജിന് 6 രൂപ ചിലവായി. അപ്പോൾ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ബാഡ്ജ് നൽകാൻ ചിലവായ തുക എങ്ങനെ കണ്ടെത്തും? അതെ, 30 × 6 അല്ലേ, 30 × 6. ഓക്കെ, 180 എന്ന് കിട്ടും. ഇനി ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നോട്ട് ബുക്ക് സമ്മാനമായി കൊടുത്തു. ഒരു നോട്ട് ബുക്കിന് 20 രൂപയാണ് വില. ആകെ എത്ര രൂപ ചിലവായി? എങ്ങനെ കണ്ടെത്തും? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആകെ എണ്ണം കണ്ടെത്തണം അല്ലേ. കുട്ടികളുടെ ആകെ എണ്ണം നോക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 100 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? 100നെ എന്ത് ചെയ്യണം നമ്മൾ? ഒരു നോട്ട് ബുക്കിന് വില 20ആണ്. അപ്പോൾ 100 × 20 2000 എന്ന ആൻസർ കിട്ടിയല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.